പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്നവരെ ശക്തമായി നേരിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരപ്രവർത്തനം ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ല. കേരള ഭരണം BJPക്ക് ഒരു പടി മാത്രം അകലെയെന്നും അമിത്ഷാ പറഞ്ഞു. ജന്മഭൂമി ദിനപത്രത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്ത് മുൻപുണ്ടായിട്ടില്ലാത്ത സമാധാനവും പുരോഗതിയും ജനക്ഷേമവും വളർന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു. കേരള സന്ദർശനത്തിനിടെ ജന്മഭൂമിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരപ്രവർത്തനം ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുറന്നടിച്ചു. നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും അവരെ ഏതുതരത്തിലും സഹായിക്കുന്നവരെയും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് തന്നെ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ഭരണം BJPക്ക് ഒരു പടി മാത്രം അകലെയാണെന്ന് കണക്കുകൾ നിരത്തി അമിത്ഷാ വിശദീകരിച്ചു. 2026-ൽ BJP മുഖ്യ രാഷ്ട്രീയ ശക്തിയാകും. സംസ്ഥാനത്ത് BJP വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകർ കുറച്ചുകൂടി സൂക്ഷ്മമായി കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. പോയകാല തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വോട്ട് വീതം സംസ്ഥാനത്ത് ക്രമത്തിൽ കൂടി വരുന്നുണ്ട്. മോദി ഭരണകാലത്ത് മുമ്പില്ലാത്ത സമാധാനം രാജ്യത്ത് നിലനിൽക്കുന്നു. 11 വർഷത്തിനിടെ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി. അതിന്റെയൊക്കെ ഫലം കേരളത്തിലും പ്രതിഫലിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. രാജ്യത്ത് വൻ ദുരന്തമായി മാറിക്കഴിഞ്ഞ ലഹരിമരുന്ന് മാഫിയയെ ഒതുക്കാൻ സർക്കാരിന്റെ വിശാലമായ സംവിധാനം സജ്ജമാക്കുകയാണെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി 2026 മാർച്ച് 31-ന് ഭാരതത്തെ നക്സൽ പ്രവർത്തന വിമുക്തമാക്കുമെന്നും പദ്ധതി വിശദീകരിച്ച് വ്യക്തമാക്കി. കേരള സർക്കാരും മുന്നണികളും മോദി സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ വിവേചനമെന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് അമിത്ഷാ സ്ഥാപിച്ചു. കേന്ദ്ര സഹായം സംബന്ധിച്ച കഴിഞ്ഞ 20 വർഷത്തെ കണക്കുകൾ പുറത്തുവിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും അമിത്ഷാ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.